ഞാൻ ഷാനവാസ് ഷാനവാസ് മലപ്പുറത്ത് നിന്ന് വരികയാണ്. പിന്നെ എന്താ പറയുക, റിംഗിങ് ലൈഫിലെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്താ പറയുക, എൻ്റെ കൂടെ അന്ന് വന്നിരുന്ന ഒരാളാണ് നീമ വിനോദ് എന്ന് പറയുന്നത്. ബാക്കി പറ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. എൻ്റെ പേര് നീമ വിനോദ്. റിംഗിങ്ങിലെ സെക്കൻഡ് നായികയായിട്ട് അഭിനയിച്ചു. ഇപ്പം ചെറിയ ചെറിയ ഓരോ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ റിംഗിങ് ലൈഫ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ എൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി ഇച്ചിരി കൂടെ പറയാനുള്ളത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നായിക ആയത് എനിക്കൊരു മോളുണ്ട്. ആ മോള് SLC +2 പാസ്സായിട്ട് അവനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്ന ആ ഒരു അവിടുന്ന് കുട്ടി ഫോണിലൂടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വരുന്ന ആ ഒരു എന്താ പറയാ, കുട്ടിയെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഒരു ജീവിതമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ അവരെ നാറ്റിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ അതിൽ കയറി വരുന്നത്. വില്ലൻ കഥാപാത്രമാണ്. കാരണം അവരെ മകളെ ആ ഭാവി തന്നെ നാട് മുഴുവൻ അറിയിച്ചിട്ട് അവരാ ഇത് തകർക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് ഞാൻ അതിൽ കയറി വരുന്നത്. അത് എന്നെക്കാൾ കഴിയുന്ന പരമാവധി. പിന്നെ എന്താ പറയുക, ഞങ്ങൾ രണ്ടാളാണ് ഒരുമിച്ച് ഈ ഒരു വർക്കിലേക്ക് ആയാലും കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം, മനോഹർ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഞങ്ങളെ റിംഗിങ് ലൈഫിൻ്റെ ഡയറക്ടർ സുകന്യ മാഡം. കാരണം ഈ യുവാക്കൾ എന്ന് പറഞ്ഞ മൂവിയിൽ ഞങ്ങൾ ഫസ്റ്റ് മുഖം കാണിക്കാൻ വരുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡയറക്ടറായിരുന്നു ഈ സുകന്യ മാഡം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഞങ്ങളെ കണ്ടു, നിങ്ങളെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങളെ അതിൽ വരണം, അഭിനയിക്കണം. ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് ഒരു കാര്യമുണ്ട്, എന്താന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു ഞാനത് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് നായികയായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വന്നതാണ് ഈ ഒരു യുവാക്കൾ എന്ന് പറഞ്ഞ മൂവിയിലേക്ക്. അപ്പോൾ സ്വാഭാവികം അങ്ങനെ നീമേനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കും അതിലൊരു റോളുണ്ട്, നീ നെഗറ്റീവ് ഇങ്ങനെ ഒരു കഥാപാത്രം നീ ചെയ്യണം, നീ ചെയ്യുമ്പോൾ അത് ശരിയാകും എന്ന് പറഞ്ഞിട്ട് തന്നെ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ക്യാമറേൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത്രയും ധൈര്യം തന്ന് ഞങ്ങളെ ഈ ഒരു ക്യാമറേൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് സുകന്യ മാഡം തന്നെയാണ്. ആ ഒരു ഇത് തന്നത് സുകന്യ മാഡം എന്ന് പറയുന്നത്. ഞങ്ങളെ കോഴിക്കോട്, ഞാൻ മലപ്പുറം. അപ്പോൾ ഈ മലപ്പുറം ഞങ്ങളെ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കടന്നു വന്നവർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പിന്നെ യുവാക്കൾ ഇങ്ങനെ വന്നത്. പിന്നെ അവിടുന്ന് സുകന്യ മാഡത്തിന് നമ്മളെ കൈ പിടിച്ച് ഉയർത്തി. ആ ഉയർച്ചയെന്ന് പിന്നെ അന്ന് നമുക്ക് സുകന്യ മാഡം തന്ന ഒരു ഉപദേശമുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്കൊരു ചവിട്ടുപടിയാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നു, നിങ്ങൾ അതിലൂടെ കയറി പക്ഷെ എന്തായാലും ആ വാക്ക് പിന്നെ പൊന്നായി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളെ നാട്ടിൻ്റെ ആ ഒരു കൾച്ചറിൽ സംസാരിക്കണം. ആ നാക്ക് പൊന്നായി. കാരണം അതിനുശേഷം ഒരുപാട് ഇപ്പോൾ ഇന്ന് മരണപ്പെട്ടു പോയ നവാസ് ഖാൻ്റെ കൂടെ ടിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആഷിഫ് ഖാൻ്റെ കൂടെ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റി, പോലീസായിട്ടായിട്ട്. പിന്നെ അതുപോലെ ജയിലർ 2 രജനീൻ്റെ പടത്തിൽ ഒരു 15 ദിവസം വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആട് 3 ഇപ്പോൾ ഒരു 10-12 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നിവിൻ പോളിൻ്റെ കൂടെ 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അപ്പോൾ ചെറിയ ഓരോ വർക്കുകളായിട്ട് ഇങ്ങനെ അത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് തന്നൊരാൾ ഞങ്ങളെ ഈ സുകന്യ മാഡം തന്നെ. കാരണം അത്രയും നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളെ ജില്ല അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം മലപ്പുറം ജില്ലക്കാരാണ്, ഒന്നിൽ കഴിഞ്ഞ് നിങ്ങളവിടെ ഇരുന്ന് പോകരുത്. കാരണം നിങ്ങളിതിൽ പോകണം, കയറി പോകണം. അതിനുള്ളൊരു ചവിട്ടുപടി ഞാൻ ഇട്ട് തന്നു. നിങ്ങളിനി അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകണം. അത്ര മനസ്സിനൊരു കോൺഫിഡൻസ് തന്നത് സുകന്യ മാഡമാണ്. പിന്നെ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് അതിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. യുവാക്കളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു.
ഈ ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കഥാപാത്രം അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അതിൽ. ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ അതിൽ ഞങ്ങൾ രണ്ടാളും കൊളാബ് ചെയ്ത് അങ്ങനെ ആ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി അപ്കമിങ് മൂവീസ് എന്നൊക്കെ പറയുന്ന മലയാളീസ് കുറെ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവീസ് ഒക്കെയാണ് ഇപ്പൊ അപ്കമിങ് ആയിട്ട്. നിലവിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ജയിലർ 2 അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് അതെ, ഞാൻ വളരെ ഫസ്റ്റ് പറഞ്ഞു. കാരണം എന്നാൽ ഇത് ക്യാമറ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ യുവാക്കളിലേക്ക് രണ്ടാളും കയറി വരുന്നത്. അവിടുന്ന് സത്യത്തിൽ ഞങ്ങൾ വന്ന് പെട്ടതൊരു പുലിക്കുട്ടീൻ്റെ മുന്നിലാണ്. സത്യം അതാണ് അതിന്റെ സത്യം. കാരണം ഞങ്ങൾ വന്ന് പെട്ടതൊരു പുലിക്കുട്ടീൻ്റെ മുന്നിലാണ്. കാരണം ഒരു കാരണവശാലും ഇനി പിറകോട്ട് പോകരുത്, മുന്നോട്ട്. അതാണ് ഈ സുകന്യ മാഡം പറയുന്നത്. അപ്പോൾ അതല്ല, ഞങ്ങളെ ആ യുവാക്കളിൽ നിന്ന് മൂവി ചെയ്യുമ്പോൾ ആ ഒരു നമ്മളെ തിരക്ക് ആ ബോർഡ് കയ്യിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്റ്റ് ഒരു ഡയറക്ടറാണ്. ഞങ്ങളോട് അത്രയും ഷാർപ്പായിട്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ അതങ്ങെടുത്ത് മാറ്റി വെച്ചാൽ ഞങ്ങളെ കൂട്ടുകാരിയായിട്ടുണ്ട്, ഞങ്ങളെ സഹോദരിയായിട്ടുണ്ട്, എല്ലാമായിട്ട് ഞങ്ങളോട് നിന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് ഒരുപാട് ഒരു മനസ്സിന് ധൈര്യം തന്നൊരു സംഭവമാണ്. ആ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോർഡ് ആ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ അവിടെ സുകന്യായിട്ട് മാറും, ഡയറക്റ്റായിട്ട് മാറും, എല്ലാവരുമായിട്ട് മാറും. പക്ഷെ അത് കയ്യിൽ നിന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങളെ പെങ്ങളായിട്ടും ഞങ്ങളെ കൂട്ടുകാരിയായിട്ടും എല്ലാം. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ മനസ്സിന് കോൺഫിഡൻസ് സംഭവം. അതിന്റെ നല്ല രീതിയിൽ തന്നെ അത് മുന്നേറിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാരണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ മക്കളുടെ കയ്യിൽ ഫുൾ ടൈം ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഫോണിനെ കൊണ്ട് നല്ലതായിട്ട് വരുന്ന കാര്യങ്ങളും പിന്നെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ആ സംഭവങ്ങളും അതായത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പിള്ളേര് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ ഒന്നല്ല ശരിക്ക് അതിൻ്റെ ഡയറക്ടർ അത് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം. കാരണം അതിലുണ്ടായിരുന്ന നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നെഗറ്റീവാണ്, അതിൽ ചെറിയ ഇത്തിരി ഒരു റോള് എങ്കിൽ ഞാൻ പോലും അതിൽ എൻ്റെ ശബ്ദം തന്നെ അതിൽ പറഞ്ഞു ഭയങ്കര നിർബന്ധമായിരുന്നു. മലപ്പുറത്ത് എടുക്കുന്ന എന്നെ ഇടുക്കിയിലെത്തിച്ചിട്ട് അതിൻ്റെ ഡബ് ചെയ്യിച്ചത് ആലോചിക്കണം. അതിൻ്റെ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ഒരു ഇതേ ഉള്ളായിരുന്നു. മലപ്പുറത്ത് എടുക്കുന്ന എന്നെ ഇടുക്കിയിൽ എത്തിച്ചിട്ട് ഡബ് ചെയ്യിച്ചതാണ്. അത് നിൻ്റെ ശബ്ദം തന്നെ അതിന് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ആ ഒരു റിംഗിങ് ലൈഫ് എന്ന ആ ഒരു ഇതിനോട് അത്രയും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും എനിക്ക് കിട്ടും. കാരണം ഒരു മാസം തന്നെയില്ല, 10 മാസം 10 ദിവസം കഴിയുമ്പോൾ അത് 10,000 വ്യൂസ് കയറി കഴിഞ്ഞു പോയി. കാരണം എത്രയോ ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കാണുന്നതാണ്. അവിടെ അതിങ്ങനെ കിടന്നു. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു റിംഗ് ലൈഫിൻ്റെ ഒരു വളർച്ച. പിന്നെ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം ഈ റിംഗ് ലൈഫ് ഫസ്റ്റ് റിലീസിങ് തന്നെ ബിഗ് സ്ക്രീനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഭിനയിച്ച ആ ഒരു കാര്യം ഞങ്ങളെ കുടുംബങ്ങളായാണെങ്കിലും ഒക്കെ ആ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണല്ലോ. അതിലൊരുപാട് നമ്മളെ മേഡം കഷ്ടപ്പെട്ടു. സന്തോഷം ഒരുപാട്. കാരണം അതിനിപ്പോൾ ഈ അടുത്തതായിട്ടൊരു 5 അവാർഡ് അത് വാങ്ങിക്കാൻ അതിൽ അഭിനയിച്ച ഓരോരുത്തർക്കായിട്ട് 5 അവാർഡുകൾ അത് വാങ്ങിച്ചു. ഇനിയും നെക്സ്റ്റ് അവാർഡുകൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടും. കാരണം അതിലത്രയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും റിസ്ക്കാണ് അതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും എവിടെ അത് തുടങ്ങണം, അത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് മുന്നോട്ട് തന്നെയാണ് അതിൻ്റെ ചൈത്രയാത്ര. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്, ഞങ്ങളെ ആ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നിങ്ങൾ പിന്നെ സമയം കിട്ടുമ്പോൾ ചോദിച്ചോളൂ ഞങ്ങളെ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറയാം, അതായത് ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും എതിരേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായൊരു സംഭവമാണ് ഇങ്ങനെ റീൽസ് ചെയ്യുക. പക്ഷെ അത് തുടക്കം തൊട്ടേ എല്ലാവരും ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു. ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ തുറന്നു പറയാം, ഫാമിലിയൊക്കെ എതിർപ്പ് തന്നെയായിരുന്നു ആ ഒരു കാര്യത്തിൽ. ഇപ്പോഴും അവരത് എതിർപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു മൂവിയിലേക്ക് പോകുമ്പോഴും മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്ക് അവർ എതിർപ്പ് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. കാരണം എന്നോട് പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് എനിക്ക് ഇതിൽ ഒരു ധൈര്യം തന്നതൊക്കെ ഈ സുകന്യ മാഡാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്,
എൻ്റെ മകളുടെ വിവാഹ കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് തന്ന ഒരു ഇതാണ്, നീ ഇതിൽ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല, നീ ഇവിടെ ഒതുങ്ങേണ്ട ആളല്ല, നീ പോകണം, ഞാൻ നിനക്കൊരു പടി ഇട്ട് തന്നു, നീ അതിലൂടെ കയറി പോകണം. ആ പടി കയറി ഞാൻ പോകുന്നുണ്ട്. കാരണം അതിന് ശേഷം ഞാൻ ഒരു 6-7 പടം ഞാൻ ചെറിയ റോളുകളാണെങ്കിലും ഞാൻ ചെയ്തു. അതിലും മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ ജയസൂര്യ, ആട് 3 ജയസൂര്യൻ്റെ കൂടെ ചെയ്തു, പിന്നെ നിവിൻ പോളിൻ്റെ കൂടെ ചെയ്തു. പിന്നെ അതിലൊന്നൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് നമ്മളെ രജനീകാന്തിൻ്റെ കൂടെ ആ മനുഷ്യൻ്റെ കൂടെ ഒന്ന് നേർക്ക് നേരെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ജയിലർ 2 എനിക്ക് കിട്ടി. 5 ദിവസം അത് പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ കണ്ട ഒരു പച്ചയായ ഒരു മനുഷ്യൻ, അത്ര പച്ചയായ ഒരു മനുഷ്യനാണ് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷ ആ ഒരാളല്ല. നമ്മൾ ആരും വിചാരിക്കുന്ന ഒരു കഥാപാത്രമല്ല ഈ രജനി എന്ന് പറയുന്നത്. കാരണം നമ്മൾ താഴെ തട്ടിലാണെങ്കിൽ നമ്മളെല്ലാം ഒരുപോലെ ചേർത്ത് നിർത്തി പോകുന്ന ആ ഒരു ക്യാരക്ടറുള്ളൂ. കാരണം നമ്മോട് സംസാരിക്കാനായാലും എന്തിനായാലും ആ ഒരു ഇതുണ്ടായിരുന്നു. നല്ല 5 ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ജയിലർ 2 നമ്മളെ കൂടെ. പറ്റിയല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിലും നമ്മൾ അറിയപ്പെടുന്ന മലയാളി ഇപ്പോൾ വിനായകൻ സാറുണ്ട്, സുരാജ് വെഞ്ഞാറും കൂടെ ഉണ്ട്, അങ്ങനെ മലയാളികൾ ഒരുപാടുണ്ട്. അവരെ കൂടെ എല്ലാം ചെയ്യാൻ പറ്റി. ചെറിയ റോളുകളാണെങ്കിലും ചെയ്യാൻ പറ്റി. അതിലൊരു ആത്മവിശ്വാസം ഉണ്ട്. അത് അടുത്ത വർഷം പൊങ്കാലയ്ക്ക് റിലീസ് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പോൾ ഈ ആഷിഫ് അലീൻ്റെ കൂടെ ടിക്കാരിക്കാൻ അതിൽ പോലീസ് വേഷമായിരുന്നു. അതിൽ നവാസ്ക ആയിരുന്നു. നവാസ്ക ആഷിഫ് അലിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നവാസ്ക ഇന്നലെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ഇതായ സംഭവമായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് തന്നെ ഭയങ്കര ഇതായിട്ട് അവിടെ എത്തിയത് തന്നെ. രാത്രി ഇങ്ങോട്ട് വരാൻ പുറപ്പെടുമ്പോൾ ആ സംഭവം അറിയുന്നത്. കാരണം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സെൽഫി എടുത്തിട്ടുണ്ട്, ഞങ്ങൾ അത്രയും കമ്പനി ആയ ആ സെറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് വന്നപ്പോഴേ ഒരു താങ്ങാൻ പറ്റാത്തൊരു വിഷയം. പിന്നെ കൂടെ പൊക്കിക്കൊണ്ടുവരാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു. കാരണം ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇവള് എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇവളും വിനാട്ടവള. അപ്പോൾ അവരുണ്ടാകുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം എവിടെയും പോകാൻ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജയിലർ 2 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീട്ടിലെ ഭർത്താവിന് ചെറിയൊരു സുഖമില്ലായ്മകൾ കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും തിരിച്ചു വരും ഞങ്ങൾ വീണ്ടും. ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ചായി ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. തിരിച്ചു വരണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ജയിലർ 2 ഞാൻ ഒരു ദിവസം പോയി, പിറ്റേ ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ സുഖമില്ലാതെ അതിങ്ങനെ പ്രശ്നമായപ്പോൾ നിർത്തി വെച്ചു. ഇപ്പോൾ ആട് 3 ഉണ്ടായിരുന്നു. അല്ല ഞാൻ പോകുന്നതിലേക്കൊക്കെ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എനിക്ക് ഇട്ട് തന്ന പടി അതുപോലെ ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വീട്ടിലെ പല സാഹചര്യം കാരണം ഞാൻ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും ഒരാളിവിടെ ഉണ്ട്, അപ്പോൾ നിനക്ക് കൊണ്ടുപോരുന്നു പറയും. പക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പൊ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ ഇന്നായാലും എതിർപ്പൊന്നുമില്ല. അമ്മയ്ക്കായാലും ഇപ്പൊ ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും ഒക്കെ അതിലൊക്കെ താല്പര്യം തന്നെയുള്ളൂ. അല്ല അതിലൊക്കെ ലക്കിയാട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഈ ഒരു സ്വയംവരപ്പന്തല് യുവാക്കൾ എന്ന് പറഞ്ഞ മൂവി, ആ ഒരു മൂവി ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഇതിന്റെ പേരിൽ അവിടുത്തെ പൗരസമിതി സ്വീകരണം കൊടുത്തു. കാരണം ഞാനൊരു മലപ്പുറം ജില്ലക്കാരനെ. എന്നെ ഇതുവരെ അവിടെ എല്ലാവരും ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട്. ഇതുവരെ എന്നോട് പോലും നേരെ വന്നിട്ട് നീ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അവർക്കറിയാം. പക്ഷെ ചോദിക്കാൻ അവരെ മനസ്സനുവദിക്കുന്നില്ല. കാരണം എൻ്റെ ജില്ലൻ്റെ ഒരു ക്യാരക്ടറാണത്. പക്ഷെ ഇവിടെ ഒരാൾ സീരിയലിൽ ചെറിയൊരു റോൾ ചെയ്ത് യുവാക്കൾ ഇത് ചെയ്തു വന്നപ്പോൾ തന്നെ ഇവിടെ പൗരസമിതി സ്വീകരണം കൊടുക്കണു, പിന്നെ അവിടെ ടൗൺ കമ്മിറ്റി സ്വീകരണം കൊടുക്കണു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഇന്ത്യൻ ഓയിലിന്റെ കമ്പനിയിലെ അവിടെ അവര് എല്ലാരും കൂടെ കൂടിയിട്ട് സ്വീകരണം തന്നു. പിന്നെ ഭയങ്കര സംഭവമായിട്ട്. അല്ല അതൊക്കെ സത്യത്തിൽ ആ റിംഗ് ലൈഫ് വന്നതിന് ശേഷം ഞങ്ങൾ യുവാക്കൾ എന്ന് പറഞ്ഞ പടം റിലീസ് ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്ത ഒന്നുമില്ല. ഞങ്ങൾ റിലീസ് ആയതിനു ശേഷമാണ് അവരൊക്കെ ശരിക്കും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇപ്പോൾ ഈ റിംഗിങ് ലൈഫ് മാത്രം ഞങ്ങൾ ചെയ്തതിൽ റിംഗിങ് ലൈഫ് മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. കാരണം അതിൻ്റെ പിറകെ നടന്നിട്ട് അത് ഇറക്കണം, അത് എന്താ പറയുക, അത് മിനിസ്ക്രീനിൽ കൊണ്ടുവരണമെന്ന് അത്രയും ആത്മാർത്ഥം കാണിച്ച ഒരാളാണ് സുകന്യ. കാരണം റിംഗിങ് ലൈഫിനെ പറ്റി പറയുന്നത്, റിംഗിങ് ലൈഫ് എന്താ പറയുക, ഒരു അത്രയും ഇതെടുത്തിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് അത്. ഇനി അമ്മമാരും അച്ഛന്മാരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം
ഇപ്പൊ ഏതൊരു മക്കൾക്കായാലും ഫോണ് വേണമെന്നുള്ള വാശിയാണ്. അപ്പം എത്ര പൈസ കടം മേടിച്ചിട്ടാണെങ്കിലും അത് മക്കൾക്ക് നിറവേറ്റി കൊടുക്കും. അതായത് ഇപ്പൊ സാധാ ആൻഡ്രോയിഡ് ഫോണൊന്നും പോരാ, ഐഫോണിലേക്ക് മക്കളെ എല്ലാവരും തിരിച്ചു അതുവരെ നിറവേറ്റി കൊടുക്കും. പക്ഷെ അച്ഛൻ്റെ അമ്മയ്ക്ക് കഷ്ടപ്പാട് എന്താണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കുന്നില്ല. അല്ല, അതിൽ നമ്മൾ ഡയറക്റ്റ് അതിലൊരു കളക്ടറായിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് തന്നെ അതിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ നല്ലതിനാണോ? അല്ല എന്നാൽ ഉപയോഗിക്കുന്നത് അല്ലാതെ ഉപയോഗിക്കുന്ന ആ രീതിയാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു റിംഗ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ആ കഥയിലെ ഒരു കറക്റ്റ് ഒരു പോയിന്റാണ് അവർക്ക്. അതില് ഒരു കുട്ടി വലുതായി കളക്ടറാകുമ്പോൾ പറയുന്നുണ്ട്. ആ കുട്ടി വലുതാണൊക്കെ ആദ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കേൾക്കാം. അതങ്ങനെയാണ്. അതിൻ്റെ ഡയറക്ടറോട് വരുമ്പോൾ സത്യമാണ്. ആ കളക്ടറൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒക്കെ സസ്പെൻസാണ്. അത് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ പറയുമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുതരാം.